മഴതോരു മുമ്പ് എന്ന സീരിയലിലോട്ട് ഷഹനാസ് എത്തപ്പെടുന്നത് എങ്ങനെയാ? ആദ്യം നിന്നെ മോശമാണെന്ന് പറഞ്ഞവര് തന്നെ ഇപ്പൊ നിന്നെ ബബിത വന്നാൽ കൊള്ളാം, ബബിത ചെയ്യണം, ഇനിയും വരണം, ഞങ്ങളുടെ കോംബോ സീൻസ് ഒക്കെ വരണമെന്ന് പറഞ്ഞിട്ട് ഒരുപാട് കമന്റ്സ് വരുന്നുണ്ട്. എന്ത് തോന്നി ഇത് ആളുകളിലേക്ക് എത്തുമോ, അല്ലെ എന്നെ കൊണ്ട് പറ്റുമോ, ഈ ഒരു വിചാരം ഉണ്ടായിരുന്നു? ഉണ്ടായിരുന്നു. കാരണം ഒന്ന് ഏഷ്യാനെറ്റാ, അപ്പൊ അതിൽ നമ്മൾ ചെയ്യുമ്പോൾ അത്രയും നന്നായിട്ട് ചെയ്യണം. പിന്നെ ജോസി സാറിന്റെ വർക്കാണ്. ഉമ്മയൊക്കെ ഇങ്ങനെ കലോത്സവ വേദികളിൽ കൊണ്ടുപോകുമ്പോൾ ഡാൻസ് പഠിപ്പിക്കുമ്പോഴും എന്തൊക്കെ കുത്തുവാക്കുകൾ കേട്ടിട്ടുണ്ട്? ഒരുപാട് കേട്ടിട്ടുണ്ട്. നീ എന്തിനാ കൊണ്ടുപോകുന്നേ? ഷഹനാസിന്റെ ഉമ്മയ്ക്കും ഫാമിലിക്കും ഒരു ഉമ്മ കേട്ടോ. കാരണം തീർച്ചയായിട്ടും ഒരു മുസ്ലിം ഫാമിലി ആയതുകൊണ്ട് തന്നെ വീട്ടുകാർക്ക് കുഴപ്പമില്ലെങ്കിലും നാട്ടുകാർക്ക് തന്നെ ആയിരിക്കും കല്യാണം. ഹസ്ബൻഡ് ഒക്കെ സപ്പോർട്ടാണ്? എന്ത് ചെയ്യുന്നു? ഹസ്ബൻഡ് സപ്പോർട്ടാണ്. പുള്ളി സരിഗമപ്പയില് ഡാൻസർ ആയിരുന്നു. ഇത് കുടുംബം മുഴുവൻ കലാകാരാണോ? എന്നെ ഇത്രയും എത്തിച്ചത് എന്റെ ഉമ്മായും വാപ്പായും ആണ്. അത് ഞാൻ ഇനി എത്ര ജന്മം എടുത്താലും ആ കടപ്പാട് എനിക്ക് തീർക്കാൻ പറ്റത്തില്ല. താങ്ക് യു, ലവ് യു. എനിക്കല്ലല്ലോ, ഉമ്മയ്ക്ക്. ഉമ്മാക്ക. ആ പൂച്ച കണ്ണും ആ ചിരിയും എന്നാ രസമാണ്. എല്ലാവർക്കും നമസ്കാരം. ഞാൻ അജിൻ വർഗീസ്. സീരിയൽ ടൂറുടെ മറ്റൊരു എപ്പിസോഡിലേക്ക് അവർക്ക് സ്വാഗതം. മഴതോരു മുമ്പേ എന്ന സീരിയലില് ജനമനസ്സുകളിൽ ഇടം നേടിയ ബബിത എന്ന കഥാപാത്രം ചെയ്ത ഷഹനാസ് ആണ് എന്നോടൊപ്പം. നമസ്കാരം. നമസ്കാരം ചേട്ടാ. ഷഹനാസേ, എന്തോ ആ പൂച്ച കണ്ണും ആ ചിരിയും എന്നാ രസമാണ്. താങ്ക് യു ചേട്ടാ, താങ്ക് യു. പക്ഷെ മഴതോരു മുമ്പ് എന്ന സീരിയലിലെ ആ കഥാപാത്രത്തെ കണ്ട എടുത്ത് ഭിത്തിയെ വെക്കാൻ തോന്നുന്നു. ശരിയാണ്? സത്യ. അത്രമേൽ ആളുകളുടെ മനസ്സിൽ ആ കഥാപാത്രം ഇടം നേടി. ഷഹനാസിന്റെ വീട് എവിടാ? തിരുവനന്തപുരത്താണ് വീട്. തിരുവനന്തപുരത്ത് കള്ളിക്കാട്. ഹസ്ബൻഡിന്റെ വീടാണ് അവിടെ. കല്യാണം കഴിഞ്ഞാണോ? കല്യാണം കഴിഞ്ഞാണ്. പിന്നെ സത്യമായിട്ട് എന്റെ പൊന്നെ, ഞാനോർത്ത് കൊച്ചാണ് കേട്ടോ. കല്യാണം കഴിഞ്ഞത് 3ാമത്തെ വർഷമാവാൻ പോവാ. കൺഗ്രാജുലേഷൻ. ഞാനോർത്ത് കൊച്ചാണ്. ആണോ? അടിപൊളി അടിപൊളി. ഏതായാലും ഒത്തിരി സന്തോഷം. ഇനിയിപ്പം മഴതോരു മുമ്പ് എന്ന സീരിയലിലോട്ട് ഷഹനാസ് എത്തപ്പെടുന്നത് എങ്ങനെയാ? ഞാൻ ഇതൊരു സ്ക്രീൻ ടെസ്റ്റ് ഒക്കെ വഴിയാ വരുന്നത് സംഭവം. ഓൾറെഡി ഇതിലൊരു കുട്ടിയെ സെലക്ട് ചെയ്തിട്ടുണ്ടായിരുന്നു. ആ കുട്ടിയെ റീപ്ലേസ് ചെയ്താണ് ഞാൻ വരുന്നത്, പ്രമോ എടുക്കുന്നതിന് മുന്നേ ആയിട്ട്. അപ്പൊ പെട്ടെന്നുള്ളൊരു കോളും പെട്ടെന്ന് തന്നെ കഥയൊക്കെ പറഞ്ഞു, അങ്ങനെ വിളിക്കുന്ന തന്നെ. പ്രമോയില് വന്നു, ഓക്കെ ആണ്, സെറ്റ് ആണെന്നൊക്കെ പറഞ്ഞു വന്നു. പിന്നെ ഷൂട്ട് സ്റ്റാർട്ടിങ് ആയിരുന്നു. ഈ കഥ അറിഞ്ഞപ്പോ ഭയങ്കര ഡീറ്റെയിലിംഗ് ആയിട്ടൊന്നും ഞാൻ ഈ സ്റ്റോറി വായിച്ചിട്ടോ ഇല്ല. പണ്ട് എന്റെ ഉമ്മായും വാപ്പായൊക്കെ പറയാറുണ്ട്, ഇതിങ്ങനെ വാരികയിലൊക്കെ വരുന്നതാണ്, സോ നല്ല ഇമ്പാക്ട് ഉള്ള കഥയാണ്. ജോസി സാറിന്റെ വർക്ക് എന്ന് പറഞ്ഞപ്പോഴേ എനിക്ക് ഏറ്റവും കൂടുതൽ സന്തോഷം. ഉറപ്പായിട്ടും ആ ഒരു സാറിന്റെ കീഴിൽ നമുക്ക് വർക്ക് ചെയ്യാൻ പറ്റുന്ന ഭയങ്കര ഒരു ഭാഗ്യമായിട്ടാണ് കാണുന്നത്. സോ അതിൽ ഇങ്ങനെ ഒരു ക്യാരക്ടർ വന്നപ്പോ ഫസ്റ്റ് ഞാൻ അയ്യോ എനിക്കൊന്നും ചെയ്യാനില്ലല്ലോ എന്നുള്ള മൈൻഡിലായിരുന്നു. നെഗറ്റീവ് ആണെങ്കിൽ പോലും വന്ന് നിൽക്കുക, നോക്കുക, അങ്ങനെയൊക്കെ ആയിരുന്നു. പിന്നെ അതിങ്ങനെ കയറി വരുമായിരുന്നു. വരുന്ന അനുസരിച്ച് ഓഡിയൻസിനും എൻ്റെ അടുത്തുള്ള ദേഷ്യവും കൂടി വരുക. കാരണം എന്ന് വെച്ചാൽ അത്രയ്ക്ക് ഞാൻ മോശമായിട്ടാണ് നിൽക്കുന്നത്. അതായത് എന്റെ ചേച്ചിന്ന് എനിക്ക് അറിയത്തില്ല. സോ പുള്ളിക്കാരി ഞാൻ എങ്ങനെയൊക്കെ ദ്രോഹിക്കാൻ പറ്റുമോ അങ്ങനെയൊക്കെ ചെയ്യും. ഇങ്ങനൊന്നും ഒരാളെ ദ്രോഹിക്കില്ല കേട്ടോ. കാരണം അമ്മ പറയുന്നതാണ് എനിക്കെല്ലാം എന്നുള്ള രീതിയില. അമ്മ ഇതിൽ നെഗറ്റീവാ, വൈഷ്ണവി ചേച്ചിയാ ചെയ്യുന്നത്. സോ ചേച്ചി എനിക്ക് സപ്പോർട്ടീവാ. അമ്മയും മോളുകൾ ഒത്തുകളിയാണോ? ഒത്തുകളിന്നല്ല, അമ്മയ്ക്ക് ഇഷ്ടമില്ലാത്തത് മോൾക്കും ഇഷ്ടമില്ല, അതുപോലെ തന്നെ എന്റെ ചേട്ടനും ഇഷ്ടമില്ല. പക്ഷെ ഇപ്പൊ ഞാൻ പോസിറ്റീവ് ആയിക്കൊണ്ട് വരാണ്. അതുപോലെ തന്നെ ഓഡിയൻസിന്റെ റെസ്പോൺസും എന്നെ ഭയങ്കര അധികമായിട്ട് നെട്ടിച്ചിട്ടുണ്ട്. കാരണം ഇവിടുന്ന് തന്നെ എല്ലാരും പറയുന്നുണ്ട്, ആദ്യം നിന്നെ മോശമാണെന്ന് പറഞ്ഞവര് തന്നെ ഇപ്പൊ നിന്നെ ബബിത വന്നാൽ കൊള്ളാം, ബബിത ചെയ്യണം, ഇനിയും വരണം, ഞങ്ങളുടെ കോംബോ സീൻസ് ഒക്കെ വരണമെന്ന് പറഞ്ഞിട്ട് ഒരുപാട് കമന്റ്സ് വരുന്നുണ്ട്. പിന്നെ ആളുകൾ ഇത് ഏറ്റെടുക്കാൻ തുടങ്ങിയപ്പോഴാ അത് ഏറ്റെടുക്കാൻ തുടങ്ങിയത് ഫസ്റ്റ് എനിക്ക് എന്റെ ഡൗട്ട് ഉണ്ടായിരുന്നു. സോ ഞാൻ ഇത് ഡയറക്ടർ ബിനു സാർ ഉണ്ട് ഞങ്ങളുടെ. അപ്പൊ സാറിന്റെ അടുത്ത് ഞാനിത് സംസാരിച്ചപ്പോ സാറ് പറഞ്ഞു, നമ്മുടെ അക്സെപ്റ്റ് ചെയ്യണമെങ്കിൽ നമ്മൾ കൊടുക്കേണ്ട ഏറ്റവും നന്നായിട്ട് കൊടുക്കുക. പിന്നെ ഇത് അഭിനയിക്കുന്ന ആയിട്ട് വിചാരിക്കല്ലേ, നമ്മളായിട്ട് തന്നെ നിക്കുക. ക്യാരക്ടർ നീ ആവുക, ബബിത എന്ന് പറഞ്ഞത് ഷഹനാസ് ആകുക, എന്നിട്ട് അങ്ങ് ചെയ്യുക. അഭിനയമായിട്ട് ഒന്നും നിക്കണ്ട. അങ്ങനെ പറഞ്ഞു നമ്മൾ ആ ക്യാരക്ടർ ഇങ്ങനെ ഉൾക്കൊണ്ട് ചെയ്തതാ. ഈ റിയൽ ലൈഫ് ഈ ബബിതയുടെ കഥാപാത്രം ഷഹനാസിൽ എപ്പോഴെങ്കിലും തൊട്ട് തലോടി പോയിട്ടുണ്ടോ? ഇല്ല, നെഗറ്റീവ് ഇല്ല. പക്ഷെ കുറുമ്പം, കുസൃതി, അമ്മയായിട്ടുള്ള വഴക്കും എല്ലാം സ്ഥിരമായിട്ടുള്ളതാ. പക്ഷെ ഈ ദുഷ്ടത്തിന് അങ്ങനെയൊന്നും ഇല്ല. ഈ പുറത്തിറങ്ങിയ സമയത്തെ
ആളുകളൊക്കെ ഡയറക്റ്റ് ചോദിച്ചോ, നീ എന്നാ ഒരു കഥാപാത്രമാടി, നീ എന്തിനാ എന്റെ കൊച്ചിനെ ഇങ്ങനെ ഇട്ട് ദേഷ്യപ്പെടുത്തുന്നേ ഒക്കെ ചോദിച്ചിട്ടുണ്ടോ? ചോദിച്ചിട്ടുണ്ട് ഒരുപാട്. എന്തൊക്കെ പ്രതികരണം? അമ്മമാരൊക്കെ അടിക്ക ഇങ്ങനെ കൈ ഇങ്ങനെ പൊത്തിയിട്ടുണ്ട് ഇങ്ങനെ, നീ ഞങ്ങളുടെ കൊച്ചിനെ അലീനെ നീ ഇങ്ങനെ ചെയ്യോ എന്നൊക്കെ പറഞ്ഞിട്ട് ഭയങ്കരമായിട്ട് ചെയ്തിട്ടുണ്ട്. പക്ഷെ എന്നിട്ട് പറയും ഞങ്ങൾക്ക് ഇഷ്ടമാ, പക്ഷെ നീ നെഗറ്റീവ് ആയോണ്ട് മാത്രം ഞങ്ങൾക്ക് ഇഷ്ടമല്ല എന്നൊക്കെ പറയും. എപ്പോഴും ആ ഒരു കഥാപാത്രത്തിന്റെ വിജയം തന്നെ അല്ലേ? സത്യ. അതിന് ഞാൻ ദൈവത്തിനോടും ഇവിടെയുള്ള എല്ലാ ക്രൂ മെമ്പേഴ്സിനോടും നന്ദി. ഏതൊരു ആർട്ടിസ്റ്റും ഏറ്റവും കൂടുതൽ ആഗ്രഹിക്കുന്നതാണ് ഏഷ്യാനെറ്റ് എന്ന് പറഞ്ഞൊരു വലിയ പ്ലാറ്റ്ഫോമിൽ സീരിയലിൽ അഭിനയിക്കുക എന്നുള്ളത്. അപ്പൊ ഇങ്ങനെ ഒരു കഥാപാത്രം, ബബിത എന്ന് പറയുന്ന കഥാപാത്രം വരുന്ന ഷഹനാസിന് വരുന്ന സമയത്ത് എന്ത് തോന്നി? ഇതാളുകളിലേക്ക് എത്തുമോ, അല്ലെ എന്നെ കൊണ്ട് പറ്റുമോ, ഈ ഒരു വിചാരം ഉണ്ടായിരുന്നു? ഉണ്ടായിരുന്നു. കാരണം ഒന്ന് ഏഷ്യാനെറ്റാ, എല്ലാരും കാണുന്ന ഒരു ചാനലാണ് ഏഷ്യാനെറ്റ്. അപ്പൊ അതിൽ നമ്മൾ ചെയ്യുമ്പോൾ അത്രയും നന്നായിട്ട് ചെയ്യണം. പിന്നെ ജോഗി സാറിന്റെ വർക്കാണ്, അതിലുള്ള ക്യാരക്ടേഴ്സ് ജീവനുള്ള ക്യാരക്ടേഴ്സ് ആണ്. അപ്പൊ അത് നമ്മൾ കയ്യിലെടുക്കുമ്പോൾ അത്രയും കോൺഫിഡന്റ് ആയിരിക്കണം, അത്രയും നന്നായിട്ട് തന്നെ നമ്മൾ ഔട്ട് കൊടുക്കുകയും വേണം. അപ്പൊ ഇതൊക്കെ എനിക്ക് ടെൻഷൻ ഉണ്ടായിരുന്നു. പക്ഷെ പോവെ ആ ടെൻഷൻ പതിയെ പതിയെ മാറി മാറി വന്നു. ഈ കാണുന്ന പ്രേക്ഷകർക്ക് ഒരു വിചാരം കാണും, ഇവളെ കണ്ട ഭിത്തിക്കിട്ട് കൊടുക്കാൻ തോന്നും, എന്നാ ഒരു കലിപ്പ അഭിധാന പറയുന്ന കഥാപാത്രം. പക്ഷെ നേരിട്ട് കണ്ടപ്പോൾ ഷഹനാസ് ഇതുപോലൊരു പാമ്പിടിച്ചോള് വേറെ ഇല്ല കേട്ടോ. താങ്ക് യു ചേട്ടാ. അത് ഇവിടെ എല്ലാരും അതാ പറയുന്നത്. പക്ഷെ ഞാൻ കുരുത്തക്കേടാ, ഇവിടെ സെറ്റിലും ഭയങ്കര അടിയും ബഹളവും ഒക്കെയാണ്, അങ്ങനെ വേണമല്ലോ, അങ്ങനെയാണ് പൊക്കോണ്ടിരിക്കുന്നത്. പക്ഷെ എന്നാലും ഈ ക്യാരക്ടർ എന്ന് പറയുമ്പോ പെട്ടെന്ന് ചേഞ്ച് ഓവറല്ലേ. ഞാൻ നിന്ന് ആ ക്യാരക്ടറിലോട്ട് വരുമ്പോ എനിക്ക് തന്നെ ഡിഫറെന്റ് തോന്നുന്നുണ്ട്, ഇത്രയും നെഗറ്റീവ് ആവുന്നതിന്റെ ഒരു. ഈ സീരിയലിലോട്ട് ആദ്യ വരവാണോ? ഇത് എന്റെ 3ാമത്തെ സീരിയലാണ്. സീരിയലിൽ ഞാൻ ഫസ്റ്റ് വരുന്നത് ഡാൻസിലൂടെയാണ്. കലോത്സവ വേദിയിൽ നിന്നാണ് ഇങ്ങോട്ട് വരുന്നത്, എന്നെ കൊണ്ടുവരുന്നത്. സോ റിമ്പി ചേട്ടനാണ് ഫസ്റ്റ് എന്നെ സീരിയലിൽ വിളിക്കുന്നത്, നിന്നിഷ്ടം എന്നിഷ്ടം സൂര്യ ടിവിയില്. സോ അതിൽ നിന്ന് പിന്നെ എന്റെ ജേർണി ഇതിലോട്ടായി. അറിയാണ്ട് അങ്ങ് ഇഷ്ടപ്പെട്ടു പോയി അഭിനയം എന്ന് പറയുന്നത്. ഈ ഷഹനാസിന് ഒന്നും വേണമെങ്കിൽ മറക്കാം കേട്ടോ, അതായത് കലോത്സവ വേദികളിലല്ല ഞാൻ കഴിവ് തെളിയിച്ച് വന്നതാണെന്ന് വേണത്തള്ളാം, പക്ഷെ അത് വന്ന വഴി മറക്കാതെ പറഞ്ഞു കേട്ടോ. എന്നെ ഞാനാക്കിയത് കലോത്സവ വേദികളാ. സത്യം സത്യം. കാരണം എന്ന് വെച്ചാൽ ഞാൻ ഡാൻസറാണ്. അപ്പം കണ്ടിന്യൂസ് പ്രോഗ്രാംസും യൂണിവേഴ്സിറ്റി കലോത്സവം വരെ ഉണ്ടായിരുന്നു. അപ്പൊ ഇതിനെല്ലാം പോയിട്ട് ഇപ്പൊ ഞാൻ കലോത്സവത്തിനൊന്നും ഇറങ്ങാൻ പറ്റത്തില്ല, ഇപ്പൊ പഠിക്കുന്നില്ല, കോഴ്സൊക്കെ കംപ്ലീറ്റ് ആയി. അപ്പൊ എനിക്ക് ഇപ്പോഴും കുട്ടികളുടെ കലോത്സവം കാണുമ്പോ എനിക്ക് ഫസ്റ്റ് ഓർമ്മ പോകുന്ന അതാ. എന്റെ ഉമ്മ വാപ്പ എല്ലാരും എന്നെ ഇങ്ങനെ കൊണ്ടുപോകുന്നതും കോമ്പറ്റീഷൻ കഴിഞ്ഞ് പ്രൈസ് ഒക്കെ മേടിച്ചു വരുന്നതും സ്കൂളിലെ അതൊക്കെ എനിക്ക് ഓർമ്മയിൽ വരുന്നത്. വീട്ടിലൊക്കെ സപ്പോർട്ടാണോ? വീട്ടിലൊക്കെ എല്ലാരും സപ്പോർട്ടാണ്. സാധാരണ എത്ര കൂട്ടുകാർ നമ്മളെ സപ്പോർട്ട് ചെയ്താലും വീട്ടുകാരുടെ ഒരു സപ്പോർട്ട് ഇല്ലെങ്കിൽ ഭയങ്കര ബുദ്ധിമുട്ടാണ് അല്ലേ? അതെ സത്യ. എന്റെ വീട്ടിലെന്ന് വെച്ചാൽ ഞാനൊരു മുസ്ലിം ഫാമിലിയാ, സോ അതിന്റേതായ ബുദ്ധിമുട്ടും ഉണ്ടായിട്ടുണ്ട്. പക്ഷെ എന്നാലും എന്നെ ഡാൻസും ഞാൻ അമ്പലത്തിലൊന്നും കയറിക്കൂടാന്നൊക്കെ പറയുമല്ലോ. സോ അതിന് പകരമായിട്ട് എന്നെ ഇങ്ങനെ കൊണ്ടു നടന്ന അമ്പലത്തിലെ പ്രോഗ്രാം ആവട്ടെ എവിടെ പ്രോഗ്രാം വരുന്നാലും കൊണ്ടുപോയി കലോത്സവം ഇവിടം വരെ എത്തി. ഷഹനാസിന്റെ ഉമ്മയ്ക്കും ഫാമിലിക്കും ഒരു ഉമ്മ കേട്ടോ. കാരണം തീർച്ചയായിട്ടും ഒരു മുസ്ലിം ഫാമിലി ആയതുകൊണ്ട് തന്നെ വീട്ടുകാർക്ക് കുഴപ്പമില്ലെങ്കിൽ നാട്ടുകാർക്ക് തന്നെ ആയിരിക്കും കല്ലുകടി. സത്യം. അപ്പൊ ഈ ഉമ്മയൊക്കെ ഇങ്ങനെ കലോത്സവ വേദികളിൽ കൊണ്ടുപോകുമ്പോൾ ഡാൻസ് പഠിപ്പിക്കുമ്പോഴും എന്തൊക്കെ കുത്തുവാക്കലുകൾ കേട്ടിട്ടുണ്ട്? ഒരുപാട് കേട്ടിട്ടുണ്ട്. നീ എന്തിനാ കൊണ്ടുപോകുന്നേ, അതിന് പകരമായിട്ട് കൊച്ചിനെ ഇവിടെ എടുത്ത് പഠിപ്പിച്ചാ പോരെ, അങ്ങനെ ഇങ്ങനെ എല്ലാരും പറഞ്ഞിട്ടുണ്ട്. പക്ഷെ അതൊന്നും എന്റെ ഉമ്മായും വാപ്പായും കാത് കേൾക്കാത്തത് കൊണ്ട് ഞാൻ ഇന്ന് ഇവിടെ നിൽക്കുന്നു. അല്ലെങ്കിൽ ഞാൻ ഈ ഫീൽഡിലെ വരത്തില്ല. എന്നെ ഞാനാക്കിയത് ഉമ്മയാ. സത്യം, ഉമ്മായും വാപ്പായും കൂടെ. ഇന്ന് ഉമ്മ ഈ വീഡിയോ കാണുന്നുണ്ടെങ്കിൽ എന്തോ അവരോട് പറയാനുള്ളത്? താങ്ക് യു സോ മച്ച്. കാരണം എന്നെ ഇത്രയും എത്തിച്ചത് എന്റെ ഉമ്മായും വാപ്പായും ആണ്. അത് ഞാൻ ഇനി എത്ര ജന്മം എടുത്താലും ആ കടപ്പാട് എനിക്ക് തീർക്കാൻ പറ്റത്തില്ല. താങ്ക് യു, ലവ് യു. എനിക്കല്ലല്ലോ, ഉമ്മാക്ക. ചിലപ്പോ നമ്മൾ പണ്ടൊക്കെ നമ്മളോട് ആൾക്കാർ ചോദിക്കും എന്താകണം, ഡോക്ടർ ആകണം, വക്കീലാവണം, പൈലറ്റ് ആവണം. കുട്ടിക്കാലത്ത് തന്നെ അഭിനയം തന്നെ ആയിരുന്നു ആഗ്രഹം? എനിക്ക് നല്ലൊരു ഡാൻസ് പെർഫോമർ ആവണം എന്നായിരുന്നു എന്റെ കുട്ടിക്കാലത്തെ ആഗ്രഹം. അത് പെട്ടെന്ന് അഭിനയമായത് എങ്ങനെയെന്ന് ചോദിച്ചാൽ ഈ ഒരു ഫീൽഡിൽ വന്നതിന് ശേഷം എനിക്ക് അഭിനയത്തിനോട് ഭയങ്കര ഒരു ഇഷ്ടം തോന്നി. അത് എന്താണെന്ന് എനിക്ക് അറിയത്തില്ല, ഭയങ്കര ഒരു ഇഷ്ടം തോന്നി. പിന്നെ ഡാൻസ് കളിക്കുമ്പോഴും എനിക്കത് ഞാൻ ഡാൻസ് കളിക്കുമ്പോഴും അതിലും അഭിനയിച്ചാണല്ലോ ചെയ്യുന്നത്, ഒരു ക്യാരക്ടർ ആണല്ലോ ഞാനും അതിൽ പ്രസന്റ് ചെയ്യുന്നത്. സോ അതെന്ന് പറയുന്ന ഒരു ബിഗ് സ്ക്രീനിൽ എന്നെ കാണുമ്പോ എനിക്ക് തന്നെ അവിടെ നിന്ന് ഞാൻ ഇവിടം വരെ വന്നല്ലോ എന്നുള്ളൊരു തോന്നൽ കൊണ്ട് എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. പിന്നെ എന്നെ ടി വി കാണുമ്പോ എന്റെ പാരന്റ്സ് ആയിരുന്നാലും എന്റെ ഫ്രണ്ട്സ് ആയിരുന്നാലും ദേ വന്നല്ലോ എന്ന് പറഞ്ഞൊരു സന്തോഷം കാണിക്കുമ്പോ അതെനിക്ക് ഭയങ്കര ഒരു ഹാപ്പി ആയിരുന്നു. അത് അങ്ങനെ തന്നെ പോട്ടെ. പഠിച്ച സ്കൂളിലെ ഫെയിം ആയതിനു ശേഷം തിരിച്ചു പോകുമ്പോഴുള്ളൊരു അനുഭവം എന്തായിരുന്നു? ഞാൻ പോയിട്ടുണ്ട്. ഞാൻ +1 +2 പഠിച്ച മലയൻകീഴ് സ്കൂളിലാണ്, ഗേൾസില്. സോ അവിടെ ഒരു ഇനോഗ്രേഷൻ വന്നപ്പോ ഫസ്റ്റ് വിളിച്ചത് എന്നെയാണ്. അപ്പോ എനിക്ക് അവിടെ പോവാനും
കുട്ടികൾക്ക് ഇങ്ങനെ പ്രൈസ് ഒക്കെ കൊടുക്കുമ്പോൾ ഞാൻ അവിടെ പറഞ്ഞായിരുന്നു, ഞാനും ഇതുപോലെ ഇവിടെ ഇങ്ങനെ ഇരുന്ന് കണ്ടോണ്ടിരുന്ന ഒരാളാണ്. ആ ഒരു വേദിയിൽ നിന്ന് ഞാൻ ഇവിടെ വന്നിട്ടുണ്ടെങ്കിൽ താങ്ക് യു എന്ന് ഞാൻ പറഞ്ഞിട്ടുണ്ട്. കാരണം എന്റെ ടീച്ചേഴ്സ് ഇപ്പോഴും എന്നെ വിളിച്ചിട്ട് പറയും, ഷാനാസെ ഇങ്ങനെയാണ്, ഈ സ്ക്രീനിൽ നിന്നെ കണ്ടു, പക്ഷെ നീ കുറച്ചും കൂടെ കറക്റ്റ് ചെയ്യണം. എന്നെ കറക്റ്റ് ചെയ്യും, ഇപ്പോഴും കറക്റ്റ് ഒരു ചെയ്യുന്നവരുണ്ട്. മനുഷ്യൻ ലൈഫിൽ ഏറ്റവും കൂടുതൽ കറക്റ്റ് ചെയ്യാൻ ഒരാൾ വേണം. ആ, ഉറപ്പായിട്ടും. പക്ഷെ എന്നെ ഇപ്പോഴും കറക്റ്റ് ചെയ്യുമ്പോൾ എനിക്ക് സന്തോഷമാണ്. കാരണം അവര് നമ്മളെ മറക്കുന്നില്ലല്ലോ. എത്രയോ കുട്ടികൾ ഉണ്ടാവും, അതിൽ നിന്നൊക്കെ നമ്മൾ ഓർത്ത് വെക്കണമെങ്കിൽ നമ്മൾ അത്രയും അവർക്ക് ഇമ്പോർട്ടന്റ് ആണെന്നല്ലേ. അപ്പൊ അതുകൊണ്ട് എനിക്ക് ഭയങ്കര സന്തോഷം. ആ സ്കൂളിൽ പോകാൻ പറ്റിയതും സന്തോഷം. ഈ പൂച്ചക്കണ്ണിന്റെ രഹസ്യം എന്തുവാ? വാപ്പാടെ കണ്ണാണ്. എന്റെ വാപ്പാക്ക് പൂച്ചക്കണ്ണാണ്. സോ അത് എനിക്ക് കിട്ടി. എനിക്ക് ഭയങ്കര ഡീറ്റെയിൽ ആയിട്ട് അറിയാൻ പറ്റുന്നു. എന്റെ വാപ്പാക്ക് നന്നായിട്ട് അറിയാൻ പറ്റത്തില്ല. അങ്ങനെ ഹസ്ബൻഡ് ഒക്കെ സപ്പോർട്ടാണ്. എന്ത് ചെയ്യുന്നു? ഹസ്ബൻഡ് സപ്പോർട്ടാണ്. പുള്ളി സരിഗമപ്പയില് ഡാൻസർ ആയിരുന്നു. ഇത് കുടുംബം മുഴുവൻ കലാകാരാണോ? ഇല്ല, പുള്ളി അസിസ്റ്റന്റ് കൊറിയോഗ്രാഫർ ആയിരുന്നു. സജന മാമിന്റെ കൂടെ ആയിരുന്നു വർക്ക് ചെയ്തിട്ടുള്ളത്. അപ്പൊ അത് കഴിഞ്ഞിട്ട് ഇപ്പൊ മഹീന്ദ്രയില് വർക്ക് ചെയ്തോണ്ടിരിക്കുകയാണ്. ബിസിനസ് ആയിട്ട്. പ്രണയമായിരുന്നു. ഇന്റർകാസ്റ്റ് മാരേജ് ആയിരുന്നു. പുള്ളി ഹിന്ദു. പ്രണയിച്ച വ്യക്തിയെ തന്നെ വിവാഹം കഴിക്കുന്നത് ഒരു ഭാഗ്യമല്ലേ? അതെ, സത്യം. പിന്നെ എന്നെ ഭയങ്കര സപ്പോർട്ടീവ് ആണ് പുള്ളിക്കാരൻ. ഈ ഫീൽഡിനെ പറ്റി എല്ലാം അറിയാം. അതുകൊണ്ട് പുള്ളിക്കാരൻ അങ്ങനത്തെ പ്രശ്നങ്ങളോ കാര്യങ്ങളോ ഇല്ല. എല്ലാ കുടുംബത്തിലും ഉണ്ടാവുന്നത് അതൊക്കെയാ, പ്രശ്നങ്ങളും കാര്യങ്ങളും. പക്ഷെ അതൊന്നുമില്ല. ദൈവം സഹായിച്ച് അവിടുത്തെ ഫാമിലിയും എന്റെ ഫാമിലിയും ഭയങ്കര സപ്പോർട്ട് ആയതുകൊണ്ട് അങ്ങനെ. ഇപ്പൊ ഷഹനാസിനെ ഇന്ന് ഈ വീഡിയോ കാണുന്നവര് കാണുമ്പോൾ ചോദിക്കാൻ ആഗ്രഹിക്കുന്ന ഒരു ചോദ്യമുണ്ട്. ഞങ്ങൾക്കും ആഗ്രഹമുണ്ടെന്ന് അഭിനയിക്കണം, ഞങ്ങൾക്കും ആഗ്രഹമുണ്ട് ഈ ഫീൽഡിൽ വരണം, അതിലൊരിക്കലും എളുപ്പവഴിയല്ല, കഷ്ടപ്പാടുണ്ട്. ഇന്ന് നോക്കുമ്പോൾ മേക്കപ്പ് ഒക്കെ ഇട്ടിരിക്കുന്നു, പക്ഷെ ഈ ചൂടത്തും അഭിനയിക്കുന്ന കഷ്ടപ്പാട് നമുക്ക് മാത്രം അറിയാം. എന്താണ് പറഞ്ഞു കൊടുക്കാനുള്ളത്? നമ്മൾ അത്രയും ഇഷ്ടമുള്ള ഒരു അഭിനയിക്കാൻ വരുന്നത് എന്ന് പറയുന്നത് അത്രയ്ക്ക് ഇഷ്ടമാണെങ്കിൽ അത്രയ്ക്ക് ഹാർഡ് വർക്ക് തന്നെ ചെയ്യുക. ഉറപ്പായിട്ടും നിങ്ങൾക്ക് അത് ആ ഒരു ലക്ഷ്യം ഉണ്ടെങ്കിൽ ആ ലക്ഷ്യത്തിന്റെ പുറകെ പോവുക. ചുമ്മാ നമ്മൾ ഇവിടെ ഇരുന്ന് പറഞ്ഞിട്ട് ആ ലക്ഷ്യത്തിന്റെ പുറകെ പോവാണ്ട് എനിക്കിങ്ങനെ ആവണമെന്ന് പറഞ്ഞിട്ട് ഒരു കാര്യമല്ല. നമുക്ക് കിട്ടുന്ന ചാൻസസ് മാക്സിമം യൂട്ടിലൈസ് ചെയ്യുക, അത് മിസ്യൂസ് ചെയ്യാണ്ടിരിക്കുക. ഈ ബബിത എന്ന കഥാപാത്രമേ ആൾക്കാരുടെ മനസ്സിൽ അത്രയും ക്രൂരതയാണ്, ഇവളോട് എനിക്ക് ഭയങ്കര വെറുപ്പാണ്, ദേഷ്യമാണ് എന്നൊക്കെ കമന്റുകൾ വരുമോ? പിന്നെ കമന്റ് വന്നിട്ട് വായിക്കാറുണ്ടോ? ഞാൻ കമന്റ് എന്റെ അടുത്ത് ഇങ്ങനെ പറയുന്ന സമയത്ത് വായിക്കാം, അല്ലാതെ ഞാൻ വായിക്കത്തില്ല. ചിലപ്പോ എനിക്ക് സങ്കടം വരുമെന്ന് ഓർത്തിട്ടായിരിക്കാം ഞാൻ അങ്ങനെ വായിക്കത്തില്ല. അപ്പൊ ആരെങ്കിലും വന്ന് പറയാണ്, അയ്യോ നിന്നെ പറ്റി ഇങ്ങനെ പറഞ്ഞു എന്ന് പറയുമ്പോ ഞാൻ വായിച്ചിട്ടുണ്ട്. അപ്പൊ എനിക്ക് സങ്കടം തോന്നിയിട്ടുണ്ട്. പിന്നെ അതിനുശേഷം ഞാൻ വായിച്ചിട്ടേ ഇല്ല. പക്ഷെ ഇപ്പൊ പോസിറ്റീവ് ആയെന്ന് പറഞ്ഞപ്പോ എനിക്ക് ഇവിടുന്ന് അയച്ചു തന്നായിരുന്നു, കണ്ടോ പോസിറ്റീവ് ആയെന്ന് പറഞ്ഞപ്പോ നിന്റെ ചേഞ്ച് ഓവർ കണ്ടോ എന്ന് പറഞ്ഞിട്ട് എനിക്ക് ഇവിടുന്ന് അയച്ചു തന്നപ്പോ എനിക്ക് ഭയങ്കര സന്തോഷമായി. ഞാൻ വിചാരിച്ചു അന്ന് ഞാൻ സങ്കടപ്പെട്ടത് എനിക്ക് എന്റെ ക്യാരക്ടർ ഇത്രയും ഇമ്പാക്ട് ഉണ്ടാക്കി എന്നുള്ളത് എനിക്ക് അത്രയും മനസ്സിലായി. കാരണം ഓഡിയൻസ് രണ്ട് സൈഡല്ലേ. അപ്പൊ ഞാൻ നെഗറ്റീവിന് പോസിറ്റീവ് ആകുമ്പോൾ ഓഡിയൻസ് ആണ്, അവർക്ക് വേണമെങ്കിൽ അക്സെപ്റ്റ് ചെയ്യാം. പക്ഷെ ആ ചേഞ്ച് ഓവർ അവരുടെ മനസ്സിൽ അത്രയും ഇടം പിടിച്ചു എന്നുള്ളത് ഭയങ്കരമായിട്ട് എനിക്ക് സന്തോഷം വേണം. സത്യ. അതും ഏഷ്യനെറ്റിലെ ഒരു പ്രോജക്റ്റ് എന്ന് പറയുമ്പോൾ ഞാൻ അത്രയും ആഗ്രഹിച്ചിരുന്ന ഒരു പ്രോജക്റ്റ് ആണ്. ഏഷ്യനെറ്റിൽ ചെയ്യണം, ഏഷ്യനെറ്റിൽ എന്തെങ്കിലും പ്രോഗ്രാം ചെയ്യണമെന്നുള്ളത്. പക്ഷെ അതെനിക്കൊരു സീരിയലായിട്ടും അതിൽ ഇത്രയും നല്ലൊരു ക്യാരക്ടറായിട്ടും കിട്ടിയതിൽ ഭയങ്കര താങ്ക്ഫുൾ. ഒരു പക്ഷേ ഒരു അഭിനേത്രി ആയില്ലായിരുന്നെങ്കിൽ എന്തായി മാറിയ ജീവിതത്തിൽ? ഡാൻസർ ആവുമായിരുന്നു, ഡാൻസ് ടീച്ചറോ അങ്ങനെ എന്തേലും ആവുമായിരുന്നു. എന്തായാലും ഡാൻസ് കളയത്തില്ല. ഞാൻ ഇപ്പോഴും കളഞ്ഞിട്ടില്ല ഡാൻസ്. എന്റെ ഗുരുനാഥന്മാർ ഇപ്പോഴും വഴക്ക് പറയും. കാരണം ക്ലാസ് കിട്ടുന്നില്ലല്ലോ. ഞാൻ എപ്പോഴും ക്ലാസ്സിൽ പോകുന്ന ഒരാളാ. അപ്പൊ ക്ലാസ് കിട്ടുന്നില്ല, പ്രോഗ്രാം ഒക്കെ വളരെ കുറച്ച് ചെയ്യാൻ പറ്റുന്നുള്ളൂ. അപ്പം വഴക്ക് പറയും. എന്നിട്ട് അവരെന്നെ പറയും, കുഴപ്പമില്ല, നീ വർക്കിന് നിൽക്കല്ലേ, കുഴപ്പമില്ല, നീ വന്നിട്ട് ഫ്രീ ഉള്ള സമയത്ത് വന്ന് പ്രാക്ടീസ് ചെയ്താൽ മതി എന്നൊക്കെ പറയും. ഇതിലില്ലെങ്കിൽ ഞാൻ ഡാൻസ് ആയിട്ട് തന്നെ മുന്നോട്ട് വിട്ടുകൊടുക്കാൻ തയ്യാറല്ല. ഇല്ല, വിട്ടുകൊടുക്കത്തില്ല, പിടിച്ചു കയറും. അപ്പൊ മഴതോരും മുമ്പേ എന്ന സീരിയലിലെ ബബിത എന്ന കഥാപാത്രം ഏറ്റെടുത്ത പ്രേക്ഷകരോട് എന്താ പറയുള്ളത്? പറയാം. ഒരുപാട് സന്തോഷം. എന്റെ ക്യാരക്ടർ ഞാൻ നെഗറ്റീവ് ആയിരുന്നപ്പം തന്നെ നിങ്ങള് അത്രയും എന്നെ സ്വീകരിച്ചിട്ടുണ്ട്. താങ്ക് യു സോ മച്ച്. ഇപ്പൊ ഞാൻ പോസിറ്റീവും ആയി. അപ്പോ അതിലും നിങ്ങളുടെ സപ്പോർട്ട് ഒത്തിരി ഉണ്ട്. താങ്ക് യു സോ മച്ച്. ഇനിയും ഈ ഒരു സപ്പോർട്ട് എന്റെ കൂടെ ഉണ്ടാവണം. അതാണ് എന്റെ വിജയം. താങ്ക് യു. അപ്പൊ ഷഹനാസ് മുന്നോട്ടുള്ള ജീവിതത്തിൽ എല്ലാവിധ ആശംസകളും നേരുന്നു. ഇനി ഒരുപാട് ഉയരങ്ങളിൽ എത്താൻ ദൈവം അനുഗ്രഹിക്കട്ടെ, സഹായിക്കട്ടെ. താങ്ക് യു ചേട്ടാ. താങ്ക് യു സോ മച്ച്.